ഞാനൊരു വേള ചിന്തിച്ചു 993 ഞാനൊന്ന് ഖത്തറിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. 93 ഇന്നത്തെ ഖത്തറല്ല, അന്നത്തെ ഖത്തർ. അന്ന് ഖത്തർ എന്ന് പറഞ്ഞാൽ UAE റാസൽ ഖൈമയുടെ അത്രയേ ഉള്ളൂ. ആ സ്ഥലം ഉണങ്ങി മരയിച്ച് കിടക്കുന്ന ഒരു എയർപോർട്ട്, ഒരു ദോഹ ചെറിയ കുഞ്ഞ് എയർപോർട്ടേ ഉള്ളൂ. പക്ഷെ അവിടെ ബർക്കത്തുള്ള നാടാണ്. ഗ്യാസും പെട്രോളിയും അല്ലാഹു വല്ലാതെ കൊടുത്ത നാടാണ്. എനിക്ക് ഖത്തറിൽ പോകണം. അവിടെ വഹാബികളുടെ ഭരണമാണ്. ഞാൻ എന്റെ ശൈഖായ തബറുക്കിന്റെ ശൈഖായ കാന്തപുരം ഉസ്താദിന്റെ ശൈഖായ കണ്ണിയത്തിന്റെ ശൈഖായ ശംസുൽ ഉലമയുടെ ശൈഖായ ഉള്ളാലത്തെ തങ്ങളിപ്പാപ്പ താജുൽ ഉലമയുടെ ശൈഖായ സയ്യിദ് ഹിബത്തുല്ലാഹിൽ ബുഖാരി അല്ലാഹു അവരുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. ഞാൻ തങ്ങളുപ്പാപ്പാടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, പാപ്പ എനിക്ക് ഖത്തറിൽ പോകണം എന്നൊരാഗ്രഹമുണ്ട് പറഞ്ഞു. അന്ന് ഒരു സുന്നിനെ ഖത്തറിൽ ഇറക്കില്ല. ഇറങ്ങിയാല് ഒരു മുസ്ലിയാര് ഖത്തറിൽ മൗലൂദ് ഓതിയിട്ട് അവനെ അറസ്റ്റ് ചെയ്തു. ഖത്തർ കോടതി വിധി പറഞ്ഞത് ആ മൗലിയാരെ കണ്ണ് കെട്ടുക, കയ്യും കെട്ടുക, എന്നിട്ട് വിമാനത്തിൽ കൊണ്ടുപോയിരുത്തുക. വിമാനം പൊന്തി 40,000 അടി ഉയരത്തിലെത്തിയിട്ട് അവന്റെ കണ്ണഴിക്കാവൂ. കാരണം അവൻ അശത്തുൽ ഖുറാഫിയാണ്. കാരണം മൗലിദ് ഓതി എന്ന ഒറ്റത്തെറ്റ് ചെയ്തതിന്റെ പേരില് ഖത്തർ എന്ന് കയറ്റിവിട്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഇന്ന് ഖത്തർ ഗവൺമെന്റ് കാന്തപുരം ഉസ്താദിനെ കാണുമ്പോ സ്റ്റേറ്റ് ഗസ്റ്റാണ്, കുവൈറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗസ്റ്റാണ്, സൗദി ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗസ്റ്റാണ്, UAE ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗസ്റ്റാണ്. ഇപ്പൊ നമ്മുടെ സിറാജ് ഖത്തറിൽ ഉഷാറായി നടക്കുകയാണ്. റിസാല ഖത്തറിൽ ഉഷാറായി നടക്കുകയാണ്. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനം ഇത് റിസാലക്കും സിറാജിനും മാത്രമല്ല ബാധകം, സുപ്രഭാതത്തിനും ബാധകമാണ്. അതുകൂടി ഞാൻ പറഞ്ഞു വെച്ചാലാ. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനമാണ് കാന്തപുരം ഉസ്താദ് നടത്തിയത്, വിഭാഗീയ പ്രവർത്തനമല്ല. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ. കാന്തപുരം ഉസ്താദിന് വേണ്ടി മാത്രമല്ല ദുആ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ഒരു സമുന്നതനായ നേതാവായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. ശംസുൽ ഉലമ വലിയ പണ്ഡിതനായിരുന്നു. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. കണ്ണിയത്ത് ഉസ്താദ് വലിയ വലിയായിരുന്നു. അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ. നമ്മുടെ ഇടയിൽ ഗ്രൂപ്പ് വ്യത്യാസ തർക്ക വ്യത്യാസമില്ലാതെ നമ്മളെല്ലാം സുന്നത്ത് ജമാഅത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഒറ്റ ശക്തിയായി നിന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ ലോകം സുന്നീസത്തിലേക്ക് വരികയാണ്. ഇന്നലെ തൃശ്ശൂരില് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തില് ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പണ്ഡിതനായ മുഹമ്മദ് അൽ ഖുബൈസി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അവിടെ വന്നിട്ട് പറയാണ്, വല്ലാഹി വല്ലാഹി ആ പാരാവാരം പോലെ കടന്നു കിടക്കുന്ന പണ്ഡിതന്മാരെ തലകെട്ടുകാരെ കണ്ടിട്ട് ആ അഹമ്മദ് ഖുബൈസി വിളിച്ചു പറയാണ്, ഷെയ്ഖ് അബൂബക്കറിനെ കൊണ്ടല്ലാതെ ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ ലോകത്ത് ആരെ കൊണ്ടും സാധ്യമല്ല എന്ന് അബൂദാബി എന്ന് വന്ന അറബി വിളിച്ചു പറയാണ്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ പറയാ ഒരു നേതാവുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സൗദി അറേബ്യയിൽ ഒരാൾ ജയിലിൽ കുടുങ്ങി നിൽക്കുക. ഇപ്പൊ ഇവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് പറഞ്ഞാലും, സിദ്ധരാമയ്യെ ഇവിടുന്ന് വിളിച്ചിട്ട് സൗദിയിലെ രാജാവിനോട് പറഞ്ഞാലും അവര് കല്ലിവല്ലി ഇന്ത്യ കൊല്ലും മിസ്കീന. അവര് കല്ലിവല്ലി ഇന്ത്യ നരേന്ദ്രമോദി ചെന്നാലും ആദാ റഈസുൽ ഹിന്ദ് ആദാ റഈസുൽ മസാക്കീൻ എന്നാണ് പറയാം. മിസ്കീന്മാരുടെ നേതാവ് ഇതാ വരുന്നു എന്നാണ് പറയാം. ഇട്ടിരിക്കണ കോട്ടിന് 50,000 വില ഉണ്ടോ 1,00,000 വില ഉണ്ടോ എന്ന് അവിടെ നോക്കില്ല. ഇന്ത്യക്കുല്ലും മിസ്കീൻ അവരെ കണ്ടില്. എന്നാൽ ഇന്ത്യയിലെ മുതലാളിമാരെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ അംബാനിയുടെ അടുത്തിരിക്കുന്ന പണത്തിന്റെ പകുതി പണം സാക്ഷാൽ സൗദി രാജാവിന്റെ കയ്യിലില്ല. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളി മുകേഷ് അംബാനിയാണ്. റിലയൻസിന്റെ മുതലാളിയായ മുകേഷ് അംബാനിയാണ്. ആ അംബാനി ദുബായിൽ പോയാലും അറബി പറയാ ഹാദാ മിസ്കീൻ താൽ താൽ താൽ. അവരങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആ നാട്ടില് സൗദി അറേബ്യയിൽ ഒരുത്തനെ ഒരു പാവപ്പെട്ടവൻ നാട്ടിലേക്ക് പോകുമ്പോ ഗുളിക എന്ന് പറഞ്ഞു ഒരുത്തൻ കൊടുത്തയച്ച മയക്കമരുന്നിന് സൗദി അറേബ്യയിൽ പിടിച്ച തല അങ്ങോട്ട് വെട്ടിക്കളയും. മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ അബദ്ധത്തിൽ കുടുങ്ങി ശരീഅത്ത് കോടതി അവനെ കൊലക്കുറ്റത്തിന് വിധിച്ചിരിക്കുന്ന കേസ് ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഇടപെട്ടു. ശരീഅത്ത് കോടതിയിൽ അതിന് റിവ്യൂ പെറ്റീഷൻ പുനഃപരിശോധന ഹർജി കൊടുത്തു. കാന്തപുരം ഉസ്താദിന്റെ റെക്കമെൻഡേഷൻ അവിടുത്തെ ശരീഅത്ത് കോടതി സ്വീകരിച്ചു. ആ ചെറുപ്പക്കാരനെ ജീവനോട് വെറുതെ വിട്ടു.
ജയിലിൽ കിടക്കുന്ന എത്രയോ ആളുകളെ, നിരപരാധികളെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ കാന്തപുരം ഉസ്താദിന്റെ വാക്കുകളെ കൊണ്ട് കഴിയുന്നു. പോരാ, നിങ്ങൾ അറിഞ്ഞിരിക്കും, അഡ്നോ എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് അബുദാബിയിൽ, അഡ്നോക്ക്, അഡ്കോ, സെഡ്കോ, അഡ്നോക്ക്. 3 പെട്രോളിയം കമ്പനിയാണ് അബുദാബിയിൽ പ്രവർത്തിക്കുന്ന UAE-യിലെ വലിയ പെട്രോളിയം കമ്പനിയിൽ. അതിൽ അഡ്നോക്കിലിപ്പോ എന്നെ പോലത്തെ സഖാഫികൾ ഒരു 10-20,000 സഖാഫികൾ മിനിമം ജോലി ചെയ്യുന്നുണ്ട്. മാസം 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ശമ്പളം മേടിച്ചിട്ട് 5 ലക്ഷം മേടിക്കുന്നവരുണ്ട്, 10 ലക്ഷം മേടിക്കുന്നവരുണ്ട്. അവരുടെ അടുത്തൊന്നും വിസക്ക് കാന്തപുരം കാശ് മേടിച്ചിട്ടില്ല. ടിക്കറ്റിന്റെ പൈസ അവരുണ്ടാക്കി. ഒരു കണ്ടീഷനെ ഉസ്താദ് പറഞ്ഞുള്ളൂ, മക്കളെ ഇങ്ങക്ക് കിട്ടുന്ന പൈസയെന്ന് മാസം ഒരു 100 ദിർഹം മർക്കസിലെ യതീം കുട്ടികൾക്ക് കൊടുക്കണം. ആട്ടോ, ഒരു മാസം ഇങ്ങക്ക് കിട്ടുന്ന ശമ്പളത്തിന് ഒരു 100 ദിർഹം മർക്കസിലെ യതീം കുട്ടികൾക്ക് കൊടുക്കണം. അതാണ് കാന്തപുരം. അള്ളാഹു വലിയ ഭാഗ്യം നൽകിയ മഹാനാണ്, വലിയ സൗഭാഗ്യം നൽകിയ മഹാനാണ്. അള്ളാഹു അങ്ങനത്തെ പണ്ഡിതന്മാരെ ഇനിയും അവർക്ക് ഒരുപാട് കാലം ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുപോലത്തെ പണ്ഡിതന്മാരെ ഇനിയും നമ്മുടെ സമുദായത്തിൽ അള്ളാഹു വളർത്തി വലുതാക്കി തെരുമാറാവട്ടെ. ഞാൻ ചുരുക്കി പറയാൻ എന്റെ വിഷയം, സബ്ജക്ട് പൂർത്തീകരിച്ചുകൊണ്ട്